വോട്ടും കട്ടനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലങ്ങളാണ് ഒരു തവണ കൂടി പരിശോധിക്കുന്നത്. അവിടെ കടുത്ത മത്സരം കാഴ്ചവെക്കുകയാണ് എന്നുള്ള അവകാശവാദമാണ് UDF ഉന്നയിക്കുന്നത്. ഇത്തവണ ഇടതുകോട്ട ഇളകുമെന്നുള്ളൊരു അവകാശവാദം UDF ഉന്നയിക്കുന്നു. അതേസമയം BJP അവിടെ നിർജീവമാണ് എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നു. ഏതായാലും CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലായി മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ മണ്ഡലങ്ങൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുണ്ട്. എന്തായാലും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഒന്ന് പരിശോധിച്ച് വരാം. ആൽവിനെ, എന്തായാലും ഇത്തവണ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ CPM-ന്റെ സജീവ പ്രവർത്തകരായിരുന്ന നേതാക്കളായിരുന്ന ആളുകളാണ്. അപ്പോൾ ആ CPM കോട്ടയിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഈ ഘട്ടത്തിലുള്ള പ്രചാരണം കൊണ്ട് UDF-ന് കഴിഞ്ഞതായി തോന്നുന്നുണ്ടോ? അതുതന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് ഘട്ടത്തിൽ നമ്മൾ ഇതിനു മുമ്പ് തളിപ്പറമ്പ് ഒരു തവണ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം അതിൽ ഈ ഇക്കാലയളവിൽ ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള പ്രചാരണം ആണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും UDF നടത്തുന്നതെന്നുള്ളതിൻ്റെ ഒരു വാസ്തവമാണ്. UDF-ൻ്റെ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിൽ മത്സരിച്ച ആളുകൾ മത്സരിച്ച കാലത്തുള്ള പ്രചാരണമല്ല ഇന്നത്തെ പ്രചാരണം. അത്രത്തോളം എണ്ണയിട്ട യന്ത്രം പോലെയാണ് രണ്ട് മണ്ഡലങ്ങളിലും പ്രവർത്തനം നടക്കുന്നത്. പ്രത്യേകിച്ച് തളിപ്പറമ്പിലും പയ്യന്നൂരിലും രണ്ടിടത്തും നമുക്കറിയാവുന്നതുപോലെ രണ്ടുപേരും പാർട്ടി വിട്ട് CPM വിട്ട് CPM-നെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു വന്ന രണ്ടുപേരെയാണ് UDF സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ എന്ത് മിഷനറിയും ഉപയോഗിക്കുക, ഇത്തവണ പാർട്ടിയുടെ 1000 വോട്ട് കുറയ്ക്കാനായെങ്കിൽ അതെങ്കിലും വലിയ നേട്ടമായി തന്നെ കരുതാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ വരുന്നത്. ആ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വളരെ കൃത്യമായി അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പിന്നെ നമുക്ക് തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ TK ഗോവിന്ദൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നായിരുന്നു. ഏതാണ്ട് 50-56 കൊല്ലം ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് CPM-ന് വേണ്ടി. CPM-ൻ്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും നിയന്ത്രിച്ചിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ പാർട്ടി വിട്ട് ഇവിടെ മത്സരിക്കാൻ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മുക്കും മൂലയും മുഴുവൻ അറിയാം. CPM-ൻ്റെ ഏതെല്ലാം രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടോ അതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് TK ഗോവിന്ദൻ എന്ന് പറയുന്നത്. രണ്ട് അപ്പുറത്ത് പയ്യന്നൂർ പറയുകയാണെങ്കിൽ കുഞ്ഞിരാമൻ്റെ കാര്യം, കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം. അപ്പോൾ അവിടെയും അദ്ദേഹം ഇതുപോലെ തന്നെ പാർട്ടിക്കെതിരായ ആരോപണം ഉന്നയിച്ച് പാർട്ടിയോട് വിടചൊല്ലി വരികയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ഇന്ന് KC വേണുഗോപാൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ 3-ാം നിലയിൽ വളരെ കൃത്യമായി വ്യാജ കാർഡുകൾ, ആധാർ കാർഡുകൾ അടിക്കുന്നു എന്നുള്ളൊരു ആരോപണം നടത്തുകയുണ്ടായി. എങ്ങനെയാണ് ആരോപണം അവിടെ കൃത്യമായി KC വേണുഗോപാലിന് പറയാൻ കഴിഞ്ഞത്? കുഞ്ഞികൃഷ്ണൻ എന്ന ആൾ CPM വിട്ട് വന്നതായതുകൊണ്ട് തന്നെ ആ CPM-നകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സ്ഥാനാർത്ഥി പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കുത്സിത പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി UDF-ന് അറിയാൻ കഴിയും. അതിന് വേണ്ട പരാതികളും അല്ലെങ്കിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ രണ്ട് മണ്ഡലങ്ങളിലും വളരെ കൃത്യമായ പ്രചാരണം നടക്കുന്നുണ്ട്. നമുക്ക് വരുന്ന എനിക്ക് തോന്നുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് പോകുന്നത്, BJP അവിടെ കാര്യമായി നിർജീവമാണ് എന്നുള്ളൊരു പരാതിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം തളിപ്പറമ്പിലാണെങ്കിൽ TK ഹരിദാസ് പുള്ളിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പുള്ളി മറ്റ് രണ്ട് മണ്ഡലങ്ങളാണ് കണ്ടുവച്ചിരുന്നത്. RSS നിർബന്ധിച്ചിട്ടാണ് പ്രചാരണത്തിന് ഇറങ്ങിയത്. അപ്പോൾ BJP-യും ഇത്തവണ എന്താ പറയുക, തങ്ങളുടെ വോട്ട് പോയാലും കുഴപ്പമില്ല, അപ്പുറത്തങ്ങ് കുത്തിയേക്കാന്നുള്ള തീരുമാനം എടുക്കാനുള്ള സാധ്യത ഉണ്ടോ ഇനി? അല്ല, ഞാൻ പറയട്ടെ, BJP ഇപ്പോൾ കറക്റ്റാണ് പറഞ്ഞത്. രണ്ട് താരതമ്യേന രണ്ട് വളരെ ദുർബലരായ ഒരു സ്ഥാനാർത്ഥികളാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ BJP വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്നതിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ തളിപ്പറമ്പ് അല്ലെങ്കിൽ നമുക്ക് പയ്യന്നൂർ എടുത്തു നോക്കിയാൽ പയ്യന്നൂരിലെ ഈ CPM BJP ഒരു പക്ഷേ പ്രവർത്തകർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന പല മേഖലകളുമുണ്ട്. CPM സ്വാഭാവികമായിട്ടും CPM അവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട്, പല പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ തായ്നേരി, രാമന്തളി, കാര, കോറോം മേഖലകളെ, ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടി ഗ്രാമം എന്ന് പറയപ്പെടുന്ന കാങ്കോൾ എന്ന് പറയുന്ന സ്ഥലമേ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ വളരെ ഏറ്റുമുട്ടൽ വളരെ പ്രകടമാകുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ BJP-യുടെ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകുന്നു സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ അത് ഒരു പക്ഷേ ഷിഫ്റ്റ് ചെയ്ത് UDF-ന് തന്നെ വരാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡീലെന്നല്ല, ഞാൻ എൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു ഡീലല്ലെങ്കിൽ പോലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താനുള്ളൊരു സാധ്യത ഇപ്പോൾ ആൽവിൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തോന്നുന്നു, എനിക്ക് ചോദിക്കുന്നത് വി കുഞ്ഞികൃഷ്ണനാണെങ്കിലും വലിയൊരു ശക്തമായുള്ളൊരു മത്സരം കാഴ്ചവെക്കാൻ ഇപ്പോൾ പയ്യന്നൂരിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? കാരണം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്, ആരോപണങ്ങൾക്ക് CPM മറുപടി കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ അവിടെ കഴിയുന്ന സാഹചര്യം ഉണ്ടോ?
നമ്മളിപ്പോൾ ഈ രണ്ട് മണ്ഡലം ചർച്ച ചെയ്യുന്ന തന്നെ ഈ CPM നേതാക്കളായ 2 പേർ അവർ പയ്യന്നൂരും തളിപ്പറമ്പും മത്സരിക്കുന്നു. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും കരുതുന്നത് അന്തിമ ബലം വരുമ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും മാറ്റത്തിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പയ്യന്നൂർ എടുക്കുകയാണെങ്കിൽ ആ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകളെ മാത്രം ജയിപ്പിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് പയ്യന്നൂർ. തളിപ്പറമ്പ് 70-ലാണ് അവസാനമായി CPM തോറ്റിരിക്കുന്നത്. അപ്പോൾ ഈ 2 നേതാക്കൾ വരുമ്പോൾ പോലും അത് പഴയ തളിപ്പറമ്പ് പഴയ തളിപ്പറമ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞ തളിപ്പറമ്പ് പഴയ ഇരിക്കൂരിന്റെ ഭാഗമായ മലപ്പട്ടം കൂടി ചേർന്നുകൊണ്ടുള്ള തളിപ്പറമ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു തളിപ്പറമ്പ് തോറ്റിട്ടില്ല. അതെ, തോറ്റിട്ടില്ല. അപ്പോൾ ചട്ടങ്ങളെ സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു മാറ്റത്തിന് അവിടെ സാധ്യതയില്ല. അതിൽ തന്നെ പയ്യന്നൂർ ഇപ്പോൾ ഇതിനു മുൻപ് TI മധുസൂദന് മുമ്പ് C കൃഷ്ണൻ എന്ന് പറഞ്ഞ MLA, അദ്ദേഹം CITU നേതാവായിരുന്നു. അദ്ദേഹം അത്ര വലിയ ജനകീയനാണെന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അപ്പോൾ പോലും 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. 32,000 വോട്ടിനും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ CPM വോട്ടാണത്. സ്ഥാനാർത്ഥിയേക്കാൾ ഉപരിയായ പാർട്ടി വോട്ട് അല്ലെ പാർട്ടി കുടുംബങ്ങൾ ആ നിലയ്ക്ക് വോട്ട് വീഴുന്ന സ്ഥലമാണ് പയ്യന്നൂർ. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ചർച്ചയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചർച്ചയായിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ പയ്യന്നൂരിൽ ഭൂരിപക്ഷം കുറയാം, എങ്കിൽ പോലും അതൊരു അന്തിമ ബലത്തെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തളിപ്പറമ്പിലേക്ക് വരികയാണെങ്കിൽ തളിപ്പറമ്പിൽ പയ്യന്നൂർ പോലെ അത്രമോൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലം എന്നല്ല. ഇപ്പോൾ ജെയിംസ് മാത്യു 2016 ഏതാണ്ട് 40,000-നടുത്ത് വോട്ടിന് ഭൂരിപക്ഷം ജയിച്ച മണ്ഡലം കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ മാസ്റ്റർ ജയിക്കുന്നത് ഏതാണ്ട് 23,000 വോട്ടിന് ഭൂരിപക്ഷം. അപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷം അവിടെ കുറവ് വന്നിട്ടുണ്ട്. അത് അണികൾക്കിടയിലും പാർട്ടിക്കിടയിലൊക്കെ തന്നെ ഒരു അമ്പരപ്പുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ അപ്പോൾ പോലും ഇത്തവണയും അവിടെ PK ശ്യാമള ജയിച്ചു വരുന്നതാണ് കരുതുന്നത്. അതിലൊരു കോൺഗ്രസിന് ആ തരത്തിൽ ഒരു അവിടെ സ്വീകരിക്കാവുന്നൊരു തന്ത്രം കോൺഗ്രസ് അവിടെ വലിയ പാളിച്ച ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പോലെ വന്ന ശേഷം കോൺഗ്രസ് അത് തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ TK ഗോവിന്ദനല്ല അവിടെ സ്ഥാനാർത്ഥി, മറിച്ച് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. TK ഗോവിന്ദൻ സ്വതന്ത്രനോ അല്ലെങ്കിൽ വിമതനായുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്തിമ ചിത്രത്തിൽ മാറ്റം തളിപ്പറമ്പിൽ പ്രകടമാകുമായിരുന്നു. കാരണം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്തിൽ സത്യത്തിൽ CPM-നകത്ത് തന്നെ ഒരു അതൃപ്തി, അണികൾക്കിടയിൽ തന്നെ എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ള ചോദ്യമുണ്ട്. PK ശ്യാമള ടീച്ചർ അവർക്ക് SFI കാലം മുതൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവർത്തന പാരമ്പര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ പോലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ MV ഗോവിന്ദൻ മാസ്റ്റർ ഒഴിയുമ്പോൾ വരേണ്ട സ്ഥാനാർത്ഥി ഭാര്യയാണോ അല്ലെങ്കിൽ ശ്യാമള ടീച്ചറാണോ എന്ന ചോദ്യം, അങ്ങനൊരു ധാർമ്മികമായ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ TK ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പിണക്കങ്ങളൊക്കെ മാറി CPM ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അത്തരത്തിലൊരു പാളിച്ച UDF-ന് പറ്റി. മാത്രമല്ല ഇപ്പോൾ ധർമ്മടത്തേക്ക് മാറിയിട്ടുള്ള അബ്ദുൾ റഷീദ്, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നന്നായി വോട്ട് പിടിച്ച സ്ഥാനാർത്ഥിയാണ്. ആ മണ്ഡലത്തിൽ പരിചിതനാണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ആ തരത്തിലൊരു അവസരം UDF-ന് മുൻപിലുണ്ടായിരുന്നു. അത് UDF കളഞ്ഞു വിളിച്ചു എന്നുള്ളതാണ്. അല്ല, അത് 100% നമുക്ക് യോജിക്കാവുന്നതാണ്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അബ്ദുൾ റഷീദിനെ ആ പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ധർമ്മടത്തിലേക്ക് വിടുന്നത്. അപ്പോൾ അദ്ദേഹം ആയിരുന്നു അവിടെ എങ്കിൽ ഈ പറഞ്ഞതുപോലെ രാജു പറഞ്ഞതുപോലെ ഒരു പക്ഷേ അത് കോൺഗ്രസിനെ ഒരു പക്ഷേ ഉറപ്പിക്കാമെന്ന് സാധിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ TK ഗോവിന്ദനെ അവിടെ പാർട്ടിയിൽ നിന്ന് വിരുദ്ധനായി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് കുറച്ച് ഗുണകരമാകുമെന്നുള്ള ഒരു കോൺഗ്രസിന് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ള ചോദ്യം മാറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയും. അവിടെ എപ്പോഴും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. ഉണ്ട്, അത് കൊയ്യം അദ്ദേഹം മത്സരിക്കാൻ കുറച്ച് ആശ അത് എത്രത്തോളം ആവുന്നുള്ള പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ പാർട്ടിയുടെ തീരുമാനത്തിൽ ഇത്രയും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിനകത്ത്. TK ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ചെയ്യാതിരുന്നതും അതാണ്. അല്ല അതെ, അതിപ്പോ രാഷ്ട്രീയമാണല്ലോ. പറഞ്ഞു വരാമല്ലോ. സ്വാഭാവികമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുമ്പോൾ അത് ഉപയോഗിക്കാന്നുള്ളൂ. അല്ല, രാകേഷും പറഞ്ഞ പോയിന്റ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് കുറച്ചും കൂടെ ഗുണം ചെയ്തേനെ. കാരണം അവിടെ UDF സ്ഥാനാർത്ഥി വരികയും അതോടൊപ്പം TK ഗോവിന്ദൻ വിമതനായിട്ട് മത്സരിക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പക്ഷേ അവിടെ UDF-ന്റെ തന്ത്രം പാളിയോ എന്ന് മാത്രമല്ല ഈ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചതുപോലുള്ള ഒരു ആരോപണം പോലുമല്ല. സീറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു സ്ഥാനാർത്ഥി അപ്പുറത്തേക്ക് അല്ല, തളിപ്പറമ്പിൽ അതിന്റെ അപ്പുറത്തേക്കൊരു സീറ്റ് തളിപ്പറമ്പിലെ സീറ്റ് മാത്രമെന്നും അല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. CPM-ന് ഇപ്പോൾ രാജു പറഞ്ഞ പോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ കൊണ്ട് അവിടെ നിർത്തുമ്പോൾ പക്ഷേ ഉന്നയിച്ച സാഹചര്യം സീറ്റ് തന്നെയാണല്ലോ. സംഭവം ശരിയാണ്. പക്ഷേ മാത്രമല്ല ഇപ്പൊ V കുഞ്ഞികൃഷ്ണ കേസ് പറഞ്ഞാൽ പോലും ഇപ്പൊ രക്തസാക്ഷി ഫണ്ടിലെ ആരോപണങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണല്ലോ പുറത്തു വന്നത്. എന്നിട്ട് ഇപ്പം പോയി ചേർന്നേക്കുന്നത് എവിടെയാണ്? വയനാട് പിടിച്ച ഫണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും ഇല്ലാത്ത
ഒരു മുന്നണിയുടെ കൂട്ടത്തിൽ ഒരു പാർട്ടിയുടെ കൂട്ടത്തിൽ ഇപ്പോഴാണ് ചേർന്നേക്കുന്നത്. ഇപ്പോൾ എവിടെ നമ്മൾ വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാലും അവിടെ ഒന്നെങ്കിലും ഒച്ചപ്പാടും വേളോ അല്ലെങ്കിൽ വയനാട് ഫണ്ടിനെ സംബന്ധിച്ച് ഉത്തരവില്ല. അതൊക്കെ വളരെ കൃത്യമായി പിന്നെ പാർട്ടി നൽകേണ്ട സമയത്ത് അതിന്റെ കണക്ക് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവും നൽകും. നിലവിലില്ല. KPCC പ്രസിഡന്റും അടക്കമുള്ളവർ അല്ല, ഞാൻ പറഞ്ഞത് നിലവിൽ ഒരു കണക്കുമില്ലാത്ത ഒരു പാർട്ടി കണക്ക് ചോദിച്ച വഴിക്ക് CPM കണക്ക് പ്രസിദ്ധീകരിച്ചു. അതെ നിലവിൽ ഒരു കണക്കുമില്ലാത്ത ഒരു മുന്നണിയുടെ ഭാഗത്തേക്കാണ് പാർട്ടിയുടെ കണക്കിൽ ചില പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞ വി കുഞ്ഞികൃഷ്ണൻ പോയി മത്സരിക്കുന്നത്. അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾക്ക് രക്തസാക്ഷി ഫണ്ട് അല്ല ഇത് ആൾക്കാർ ലഭിച്ച ഫണ്ടാ. രക്തസാക്ഷി ഫണ്ടല്ല, അത് പൊതുജനങ്ങളിൽ വൈകാരികമാണ്. അല്ല, അതിന് CPM മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. കൊലപ്പെട്ടെങ്കിൽ നിരവധി കമ്മിറ്റികളിൽ വക മാറ്റിയിട്ടുണ്ടോ എന്നൊരു മുതിർന്ന നേതാവ് ആരോപണം ഉന്നയിക്കുന്നു. നിരവധി കമ്മിറ്റികളിൽ ആരോപണമല്ല, അദ്ദേഹത്തിന്റെ കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കണക്ക് അദ്ദേഹം പുറത്തുവിടുന്നു, അതിന് സമാനമായ കണക്ക് CPM പുറത്തുവിടുന്നു. അതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ മറ്റതങ്ങനല്ല, പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ടാണ് കോടികണക്കിന് രൂപ. യൂത്ത് കോൺഗ്രസ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഫണ്ടിനെ കുറിച്ച് കണക്കില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മുടെ വയനാട് ഫണ്ടിലേക്ക് ചർച്ച പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. വി കുഞ്ഞികൃഷ്ണൻ ചെറിയൊരു ആരോപണം ഉന്നയിച്ച് അതിലും വലിയ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതായി ആരോപണമുള്ള മറ്റൊരു മുന്നണിയുടെ കൂട്ടത്തിലാണ് പോയി മത്സരിക്കുന്നത്. അപ്പോൾ ഈ വയനാട് ചർച്ചയാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിതിരിഞ്ഞു പോയത്. കോൺഗ്രസിന്റെ പിരിച്ചെടുത്ത പണം എവിടെ എന്നുള്ള ചോദ്യം തന്നെയാണ്. തർക്കമില്ല. പാർട്ടി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. CPM അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അത് പറയുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അത് തർക്കമൊന്നുമില്ല. അത് ഈ ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത്. അതിനകത്ത് അത് പാർട്ടി പറയേണ്ടതുണ്ട്. എവിടെ പോയി BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് BJP സ്ഥാനാർത്ഥികൾ അവർ 11,000 വോട്ട് പയ്യന്നൂരിൽ പിടിച്ചു. തളിപ്പറമ്പിലാണെങ്കിലും 13,000 വോട്ട്. ആ ഒരു വോട്ട് വാങ്ങിയുള്ളൂ. രണ്ട് സ്ഥാനാർത്ഥികൾക്കും ആ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. സ്വാഭാവികമായിട്ടും ആൽവിൻ പറഞ്ഞ പോലൊരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് CPM-നെ തോൽപ്പിക്കുക, നേരിട്ട് തമ്മിലടി ഉണ്ടാകുന്ന പാർട്ടികൾ തമ്മിൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റിന് സാധ്യതയുണ്ടോ? സജീവമല്ല എന്നാണ് പറയുന്നത് പ്രവർത്തകർ പോലും. ഒന്ന് തലശ്ശേരി പോലെ അല്ലെങ്കിൽ കൂത്തുപറമ്പ് പോലെ തന്നെ ഒരു 20,000 കൂടുതൽ വോട്ടുകളുള്ള സ്ഥലമല്ല ഈ രണ്ട് മണ്ഡലങ്ങൾ. ഏതാണ്ട് 11,000 12,000 വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പയ്യന്നൂരും തളിപ്പറമ്പിലും ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതൊരു പക്ഷേ കോർ വോട്ടുകളായിരിക്കാം. രണ്ട് കാര്യം. ഒന്ന്, പൂർണ്ണമായ അത്തരത്തിൽ വോട്ടിംഗ് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായൊരു വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം അക്കാര്യത്തിലുണ്ട്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളെ മറുപടി പറയേണ്ടി വരും. പണ്ട് പലപ്പോഴും ഇത്തരത്തിൽ ഈ വോട്ട് മറിച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ BJP നേതൃത്വം തന്നെ പ്രതികൂട്ടിലായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്രയും ചെറിയ വോട്ടുള്ള സമയത്ത് ആ വോട്ടുകളുടെ വലിയ ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. പിന്നെ ഈ 11,000 വോട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു കോർ വോട്ടുകളായിരിക്കാം, അതിൽ തന്നെ ഭൂരിഭാഗം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ആ വോട്ടുകൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഏതായാലും UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പഴയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുകൂടെ കൂട്ടിയാൽ പോലും പൂർണ്ണമായും കിട്ടിയാൽ പോലും ജയിക്കാൻ കഴിയുന്ന സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെയാണ് എൻ്റെ പോലും പറഞ്ഞത്. രണ്ട് സ്ഥാനാർത്ഥികൾ ഈ കോൺഗ്രസിനും UDF-നും പ്രത്യേക ഒരു സാഹചര്യത്തിൽ കിട്ടിയ രണ്ട് സ്ഥാനാർത്ഥികളാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു രണ്ട് ആളുകളെ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞത് കൊണ്ട് എന്തായാലും പയ്യന്നൂരും തളിപ്പറമ്പും ഇത്തവണ റിസൾട്ട് വരുമ്പോൾ കേരളം കാത്തിരിക്കുന്ന റിസൾട്ട് ആയിരിക്കും. കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ട് വിവാദം അടക്കമുള്ളവ അല്ലെങ്കിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ളവ ബാധിച്ചോ, അത് CPM-ന് തിരിച്ചടിയായോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നൽകുന്നതായിരിക്കും ഈ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിധി. എന്തായാലും ഇന്നത്തെ വോട്ടും ഘട്ടന ഇവിടെ പൂർത്തിയാകുകയാണ്. നന്ദി, നമസ്കാരം.